ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജൂണിൽ നടക്കുന്ന UGC നെറ്റ് പരീക്ഷയുടെ ആപ്ലിക്കേഷൻ സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. എങ്ങനെയാണ് UGC നെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഗൂഗിളിൽ UGC നെറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. താഴെ NTA സൈറ്റ് സെലക്ട് ചെയ്യുന്നു. ugcnet.nta.ac.in എന്ന സൈറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സൈറ്റ് തുറക്കുമ്പോൾ ഇങ്ങനെ വരും. ഈ ഭാഗത്ത് മുകളിലായി UGC നെറ്റ് ജൂൺ 2024 രജിസ്ട്രേഷൻ ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇടതുവശത്തായി താഴെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായി വായിച്ചു നോക്കുക. ഓരോ കാറ്റഗറിക്കും എത്രയാണ് ഫീസ് വരുന്നത്, ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ സൈസൊക്കെ ഈ ഭാഗത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അടുത്ത പേജിൽ ഏത് വിധത്തിലാണ് നിങ്ങൾ ആധാർ നമ്പർ നൽകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരമാണ് കൊടുക്കാനുള്ളത്. ഡിജി ലോക്കർ വഴിയാണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നേരിട്ട് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെയുള്ള കോളത്തിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ OTP മൊബൈൽ ഫോണിലേക്ക് OTP വരുന്നതാണ്. ഈ OTP വീണ്ടും ഇതേ പേജിൻ്റെ താഴെ തന്നെ ആധാർ കൊടുക്കുന്ന കോളത്തിൻ്റെ ഭാഗത്ത് OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് OTP എന്നത് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ നിങ്ങളുടെ ആധാർ നമ്പറും പേരും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര്, രക്ഷിതാക്കളുടെ പേരൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, ജെൻഡർ, മൊബൈൽ നമ്പർ, നാഷണാലിറ്റി, പിന്നെ ഏതെങ്കിലും ഒരു ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഇലക്ഷൻ ID കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ID കാർഡ് നമ്പർ, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അഡ്രസ്സാണ് കൊടുക്കാനുള്ളത്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ഉണ്ട്. പെർമനൻ്റ് അഡ്രസ്സ് എന്ന ഭാഗത്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് അഡ്രസ്സ് തന്നെ വീണ്ടും അവിടേക്ക് വരുന്നതാണ്. അവസാന ഭാഗത്ത് പാസ്വേഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. പാസ്വേഡ് കൺഫേം ചെയ്ത് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കൂടി കൊടുത്ത് താഴെ സെക്യൂരിറ്റി പിൻ കൂടി കൊടുത്ത് സബ്മിറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു റിവ്യൂ പേജ് വരും. അതിലെ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് താഴെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. കാൻഡിഡേറ്റ് നെയിം, ഫാദർ നെയിം എന്നൊക്കെ പച്ച കളറിൽ കൊടുത്തിട്ടുണ്ടാവും. അത് എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവിടെ ടിക്ക് കൊടുത്ത് താഴത്തെ ഡിക്ലറേഷൻ എഗ്രി എന്ന കോളത്തിൽ ടിക്ക് കൊടുത്ത് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്നത് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP അടുത്ത പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിലിലേക്കാണ് OTP വരുന്നത്. ഇമെയിൽ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റി പിന്നും ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ വെരിഫൈ എന്നത് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ മെയിലിലേക്ക് ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഉള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പേജിൽ OK കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുന്ന പേജിലേക്കാണ് റീഡയറക്റ്റ് ആയിട്ട് വരുന്നത്. അവിടെ മെയിൽ ചെക്ക് ചെയ്ത് മെയിലിലുള്ള അതേ ആപ്ലിക്കേഷൻ നമ്പറും നേരത്തെ കൊടുത്ത പാസ്വേഡും ടൈപ്പ് ചെയ്ത് സെക്യൂരിറ്റി പിന്നും കറക്റ്റായി കൊടുത്ത ശേഷം താഴെയുള്ള ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ അടുത്ത ഭാഗത്ത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നതാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആയി അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനും മൊബൈൽ ഫോൺ വെരിഫൈ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പേജിൽ ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആയിട്ട് വരുന്ന പേജ് രജിസ്ട്രേഷൻ്റെ ഒരു പേജിലേക്കായിരിക്കും. അവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ടാവും. താഴെ ആപ്ലിക്കേഷൻ ഫോമും ഫീ പേയ്മെൻറ്റും ഇൻകംപ്ലീറ്റ് എന്നും കാണിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഇടതുവശത്തായി കാണുന്ന ആപ്ലിക്കേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഡാഷ്ബോർഡ് എന്നതിൻ്റെ താഴെ കാണുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓരോ ഫോംസ് ആയിട്ട് എടുത്ത് ഫില്ല് ചെയ്യാം. ആദ്യം കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തെടുക്കുക. അവിടെ വീണ്ടും നമ്മുടെ അഡ്രസ്സ് തന്നെയാണ് കൊടുക്കാനുള്ളത്. വീട്ടുപേര്, ലൊക്കാലിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൂടി കൊടുത്ത് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെയും പ്രസൻറ്റ് അഡ്രസ്സിന് താഴെയുള്ള കോളം ക്ലിക്ക് ചെയ്താൽ
പ്രസന്റ് അഡ്രസ്സ് അത് തന്നെ, പെർമനന്റ് അഡ്രസ്സ് അത് തന്നെ വരുന്നതാണ്. ഇതിന് താഴെയായി ക്യാപ്ച കൊടുക്കാനുണ്ട്. ക്യാപ്ച കൊടുത്ത വിവരങ്ങളെല്ലാം ശരിയാണെന്ന് അത് ഐ എഗ്രി എന്ന കോളത്തിൽ ടിക്ക് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ സേവ് ആയി എന്ന ഒരു ബോക്സ് വരും. ഓക്കെ കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഭാഗത്തേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഗാർഡിയൻ നെയിം, കാറ്റഗറി, പിന്നെ ഏതെങ്കിലും ഒരു ID കാർഡ്, ID നമ്പർ തുടങ്ങിയവയാണ് കൊടുക്കാനുള്ളത്. ഡയബറ്റിക് ആണോ, PWD കാറ്റഗറി ആണോ, പാരൻസിൻ്റെ ആനുവൽ ഇൻകം എന്നീ കാര്യങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്. ഇവിടെ ഞാൻ ഐഡൻറ്റിറ്റി കാർഡിൽ ഇലക്ഷൻ ID കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ഫോട്ടോ ഉള്ള ഗവൺമെൻറ് വാലിഡ് ആയിട്ടുള്ള ID കാർഡ് കൊടുക്കാം. ബാങ്ക് പാസ്ബുക്ക്, +2 അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ ഉള്ള അഡ്മിറ്റ് കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് തുടങ്ങിയവയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇലക്ഷൻ ID കാർഡാണ് കൊടുത്തത്. അപ്പോൾ അടുത്ത കോളത്തിൽ ID കാർഡിൻ്റെ എപ്പിക് നമ്പറും കൊടുക്കാനുണ്ടായിരുന്നു. ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന ഭാഗത്ത് അതിൻ്റെ എപ്പിക് നമ്പറാണ് കൊടുക്കാനുണ്ടായിരുന്നത്. പിന്നീട് ഈ പേജിലും താഴെ ക്യാപ്ച കൊടുത്ത് ഐ എഗ്രി എന്നത് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. അടുത്തതായി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വരും. അടുത്ത പേജിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. ഇവിടെ ഇപ്രാവശ്യം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഐ വാണ്ട് ടു അപ്ലൈ UGC നെറ്റ് June 2024 ഓൺ ദ ബേസിസ് ഓഫ് എന്ന ഭാഗത്ത്, ആദ്യ ക്വസ്റ്റ്യൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഒന്ന് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഇപ്പോൾ പുതുതായി വന്ന 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്തവർക്കും ഇത്തവണ മുതൽ UGC നെറ്റ് എഴുതാവുന്നതാണ്. സോ ആ ഓപ്ഷനാണ് എങ്കിൽ അത് സെലക്ട് ചെയ്യുക. പാസ് സ്റ്റാറ്റസും മറ്റു ഡീറ്റെയിൽസും, ഇയർ ഓഫ് പാസിംഗ്, പ്രോഗ്രാമിൻ്റെ പേര്, ഏത് യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാനിവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. അത് ഏത് വർഷമാണ് പാസ്സായത്, അതോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ, MA ആണോ, MSc ആണോ, നിങ്ങളുടെ കോഴ്സ് ഏതാണ്, സബ്ജക്റ്റ് ഏതാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കാനുള്ളത്. താഴെയായിട്ട് മാക്സിമം ഗ്രേഡ് പോയിന്റും CGPA പെർസെൻറ്റേജ് എന്നിവ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയാൽ കിട്ടും. അതുപയോഗിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ റിസൾട്ട് മോഡ് എന്ന ഭാഗത്ത് CGPA കൂടാതെ പെർസെൻറ്റേജ് എന്ന ഓപ്ഷനും ഉണ്ട്. അവിടെ നിങ്ങളുടെ ടോട്ടൽ മാർക്സും അതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മാർക്ക് രൂപത്തിലാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ CGPA ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രേഡ് പോയിന്റ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത്. ക്വാളിഫിക്കേഷൻ ഇതേപോലെ ക്യാപ്ച കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ PhDക്ക് എൻറോൾ ചെയ്തിട്ടുണ്ടോ എന്ന ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്നുണ്ടോ, എക്സ് സർവീസ്മെൻ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തതിനു ശേഷം ക്യാപ്ച കൊടുത്ത് എഗ്രി കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതായി എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ് ആണ് സെലക്ട് ചെയ്യാനുള്ളത്. ഏറ്റവും മുകളിലായി സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ ഏത് മീഡിയത്തിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്, ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ എന്നുള്ള മീഡിയം സെലക്ട് ചെയ്യുക. പിന്നെ എക്സാം സെൻറ്ററിൻ്റെ ചോയ്സസ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. അഡീഷണൽ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളായി സേവ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത്തവണ മുതൽ PhDക്ക് കൂടി UGC നെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിനാണ്, ഏതൊക്കെ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണെങ്കിൽ അത്, JRF കൂടി ഉണ്ടെങ്കിൽ അത്, PhD ഉണ്ടെങ്കിൽ അത്. നിങ്ങൾ ഏത് കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷും ഹിന്ദിയാണ് അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ മീഡിയംസ്. പിന്നെ നിങ്ങളുടെ എക്സാം സിറ്റി ചോയ്സസ് ആണ് കൊടുക്കാനുള്ളത്. ഫസ്റ്റ് ചോയ്സിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, എക്സാം സിറ്റി സെലക്ട് ചെയ്യുക. അങ്ങനെ ഓരോ ചോയ്സിലും സ്റ്റേറ്റും എക്സാം സിറ്റിയും കൊടുക്കണം. ഇത്തരത്തിൽ 4 ചോയ്സസ് ആണ് കൊടുക്കാനുള്ളത്. ഇവിടെ കേരളത്തിൽ വരുന്ന എക്സാം സിറ്റി ചോയ്സസ് ആലപ്പുഴ, ചെങ്ങന്നൂർ, അങ്കമാലി, എറണാകുളം, മൂവാറ്റുപുഴ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, പയ്യന്നൂർ, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്. ഇത്രയും ഓപ്ഷൻസ് ആണ് എക്സാം സിറ്റി ചോയ്സസിലുള്ളത്. ഏതാണെന്ന് വെച്ചാൽ ക്രമത്തിൽ ചൂസ് ചെയ്ത് കൊടുക്കുക. താഴെ ക്യാപ്ച കൊടുത്ത് ഐ എഗ്രി കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള പേജിലേക്കാണ്, അപ്ലോഡ് ഡോക്യുമെന്റ് പേജിലേക്കാണ് റീഡയറക്റ്റ് ആയിട്ട് വരുന്നത്. അവിടെ നേരത്തെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോയും, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറിന്റെ ഫോട്ടോയുമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. രണ്ടും JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ് വേണ്ടത്. ഫോട്ടോ 10 മുതൽ 200 KB വരെയും
സിഗ്നേച്ചർ 4 മുതൽ 30 KB വരെയുമാണ് സൈസ്. അത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ആപ്പ് സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇമേജ് കംപ്രസർ പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഫോട്ടോ റീസൈസ് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റ് ഇതേ പാകത്തിലുള്ള സൈസ് ആയതിനു ശേഷം ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സേവ് ചെയ്തിടുക. അപ്ലോഡ് എന്ന ഭാഗത്ത് ചൂസ് ഫയൽ എന്നത് സെലക്ട് ചെയ്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പ്രിവ്യൂ അടുത്ത പേജിൽ അടുത്ത സൈഡിലുള്ള കോളത്തിലായിട്ട് വരുന്നതാണ്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഫൈനൽ സബ്മിറ്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഡോക്യുമെന്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വരും. വീണ്ടും ഒരു റിവ്യൂ ആപ്ലിക്കേഷൻ ഫോം വരും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാം ശരിയാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു ഫൈനൽ സബ്മിഷന് വേണ്ടിയുള്ള റിവ്യൂ പേജ് വരും. നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ ഉറപ്പുവരുത്താനുള്ളതാണ്. ഇതൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ടിക്ക് മാർക്ക് കൊടുത്ത് താഴെ ഫൈനൽ സബ്മിറ്റ് എന്നത് സെലക്ട് ചെയ്യുക. യുവർ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരുന്ന ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി പേയ്മെന്റ് ആണ് ചെയ്യാനുള്ളത്. പേയ്മെന്റ് പേജിലേക്ക് റീഡയറക്റ്റ് ആകുമ്പോൾ അവിടെ നിങ്ങളുടെ പേരും ആപ്ലിക്കേഷൻ നമ്പറും വന്നിട്ടുണ്ടാവും. അവിടെ പേ നൗ എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ SBI ഇ-പേ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഗൂഗിൾ പേ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുന്ന വിധമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. SBI ഇ-പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക്, ബാങ്കിന്റെ പേജിലേക്ക് റീഡയറക്റ്റ് ആവും. ഇവിടെ നിന്ന് ലാസ്റ്റ് ആയിട്ടുള്ള അതർ പേയ്മെന്റ് മോഡ്സിൽ UPI സെലക്ട് ചെയ്യുക. പേയ്മെന്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരും റെഫറൻസ് നമ്പറും ആപ്ലിക്കേഷൻ ID ഒക്കെ ഈ പേജിൽ വരും. അതൊക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി അതിന്റെ താഴെയായിട്ട് പ്ലീസ് സെലക്ട് VPA ഓർ UPI ID QR കോഡ്, ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഞാനിവിടെ UPI ID ആണ് കൊടുക്കുന്നത്. ഗൂഗിൾ പേ ആപ്പിലൊക്കെ താഴെയായിട്ട് UPI ID എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് തുറന്നു നോക്കി UPI ID സെലക്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പേയിലേക്ക് ഇത്തരത്തിലൊരു പേയ്മെന്റ് മെസ്സേജ് വരുന്നതാണ്. ഗൂഗിൾ പേ, ഫോൺ പേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കാം. ഞാനിവിടെ UPI ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുന്നതാണ് പരിചയപ്പെടുത്തുന്നത്. പേ സെലക്ട് ചെയ്ത് സാധാരണ ഗൂഗിൾ പേ ഉപയോഗിച്ച് മണി പേ ചെയ്യുന്നത് പോലെ പിന്നൊക്കെ കൊടുത്ത് പേയ്മെന്റ് നടത്തുക. ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ്ഫുൾ എന്ന് വരും. പേയ്മെന്റ് സക്സസ്ഫുള്ളി എന്ന് വരും. അവിടെ സക്സസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന ഭാഗത്തു നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഇത്തരത്തിലാണ് UGC നെറ്റ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. താങ്ക് യു.